ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രേഷ്മ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ് കൊണ്ട് എങ്ങനെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സാധാ ഡയൽ ഫോൺ ആണെങ്കിലും നമുക്ക് ഈ ഒരു മാർഗം ഉപയോഗിക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ വാട്സപ്പ് വഴി ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാം എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടാവണം എന്നില്ല, അതുമാത്രമല്ല നെറ്റ് ഇല്ലാത്ത ടൈമും ഉണ്ടാവും അല്ലേ. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ജസ്റ്റ് ഒരു മിസ്ഡ് കോള്, ആ മിസ്ഡ് കോൾ അടിക്കാനായിട്ടുള്ള ആ ഒരു ടൈം എത്രയാണോ, ഒരു 3 സെക്കൻഡ്, അതിനുള്ളിൽ തന്നെ നമുക്ക് മെസ്സേജ് വരും. എത്ര ദിവസത്തിനുള്ളിലാണോ നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ വരുന്നതെന്ന് ഉള്ളതടക്കമുള്ള മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയായിരിക്കാം, പക്ഷെ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതൊരു 2 വർഷമായി ഈ ഒരു മിസ്ഡ് കോളിൻ്റെ നമ്പർ വന്നിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും ഇത് ഇപ്പോഴും അറിയില്ല. പല ആൾക്കാർ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ താഴെ കാണുന്നതാണ് നമ്പർ. 8454955555 ആണ്. 8454955555. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വേണ്ട. മറ്റൊരു ഗുണം, സാധാ ഫോണിൽ നമുക്കിത് ചെയ്യാം. അതായത് നമുക്ക് വാട്സപ്പ് ഉപയോഗിച്ചല്ലാതെ, വാട്സപ്പ് ഉപയോഗിക്കാനൊന്നും അറിയാത്ത ആൾക്കാരാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർ ID കൺഫേം ചെയ്യാനായിട്ട് പറയും. നമ്മൾ റീഫിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറയും. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ 1, 2, 3 ഒക്കെ ആയിട്ട് പല തവണയായിട്ട് ക്ലിക്ക് ചെയ്ത് ഒരുപാട് സമയം പോകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിലേക്ക് ഒറ്റ മിസ്ഡ് കോൾ ചെയ്യാനായിട്ട് എത്ര ടൈം വേണോ അത്രയും സമയം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് വളരെ എളുപ്പമാക്കി തരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.